വിശുദ്ധ ഇസ്ലാം അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം A to Z പദ്ധതിയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം മുതൽ മരണം വരെ എന്തൊക്കെ അവൻ അനുവർത്തിക്കണം, ഏതെല്ലാം മേഖലയിൽ അവൻ ഇടപെടണം, ഏത് വിധേന അവൻ ജീവിക്കണം ഇത്യാദി എല്ലാ വിഷയങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ നിഖില മേഖലകളിലേക്കും ഭൗതികവും ആത്മീയവുമായ എല്ലാ മേഖലകളിലേക്കും ഇസ്ലാം ടോർച്ചടിക്കുകയാണ്, അവന് ദിശ നിർണയിച്ചു കൊടുക്കുകയാണ്, മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് അതിപ്രധാനമായ ഒരു വിഷയമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയൂല ഈ ഭൂമിയിൽ. മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കുന്നതിന്, അവന് ദിനംപ്രതി ജീവിച്ചു പോകുന്നതിന് ആവശ്യമായ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിരിക്കണം. ഇസ്ലാം അതിനവന് മാർഗനിർദ്ദേശം നൽകുകയാണ്. ഹലാലായ മാർഗത്തിലൂടെ അവന്റെ അധ്വാനത്തിലൂടെ ഉണ്ടായിത്തീരുന്ന എത്ര സമ്പത്താണോ അതെല്ലാം അവന് സ്വായത്തമാക്കാനും അത് വിനിയോഗിക്കാനുമുള്ള അവകാശം ഇസ്ലാം നൽകുകയാണ്. ഒരാഴ്ചയിലെ അതിപ്രധാനമായ ഒരു ആരാധനയാണ് നമുക്കിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ജുമുഅ നമസ്കാരം. ആ ജുമുഅ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രവർത്തിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആൻ പറയാണ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫളലില്ലാഹ്. നിങ്ങൾ വിശുദ്ധമായ പള്ളിയിൽ ഒരുമിച്ച് കൂടി നിസ്കാരമൊക്കെ നിർവഹിച്ചതിന് ശേഷം, ജുമുഅ കഴിഞ്ഞതിന് ശേഷം ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കണം. വബ്തഗൂ മിൻ ഫളലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. അധ്വാനത്തിലേക്ക് മനുഷ്യനെ മോട്ടീവ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അധ്വാനിച്ച് പണമുണ്ടാക്കണം എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ അധ്വാനിയാക്കി തീർക്കുക, ക്രിയാത്മകമായ രൂപത്തിൽ ചലിക്കുന്നവനാക്കി മാറ്റുക എന്നാണ് ഇസ്ലാമിന്റെ പദ്ധതി. അധ്വാനശീലത്തിന് പ്രോത്സാഹനം നൽകുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പ്രചോദനം നൽകുന്ന ധാരാളം വചനങ്ങളുണ്ട്. ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അയ്യുൽ കസ്ബി അത്യബു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ